ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻഡോ ചൈനീസ് ഡിഷായ ചിക്കൻ ലോലിപോപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് സാധാരണ നമ്മൾ സ്റ്റാർട്ടറായിട്ടാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 500 ഗ്രാംസിൻ്റെ ചിക്കൻ വിങ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം എങ്ങനെയാണ് ഇത് ലോലിപോപ്പിൻ്റെ ഷേപ്പിലാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു വിങ്സ് എടുക്കുക. പിന്നെ അതിൻ്റെ ആ ജോയിൻറ്റ് ഭാഗമില്ല, രണ്ട് ബോൺസും തമ്മിലുള്ള ആ ജോയിൻറ്റ് ഭാഗത്തിൻ്റെ അവിടെ വെച്ച് നമ്മളൊന്ന് കത്തി കൊണ്ട് ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ബോണൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചില സമയത്ത് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അങ്ങ് ഒടിഞ്ഞു പോരും. ഇതിപ്പോൾ ഇച്ചിരി കട്ടിയാണ്, അതുകൊണ്ട് നമ്മൾ കത്തി വെച്ച് തന്നെ അത് മുറിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ആ ജോയിൻറ്റ് ബോണിൻ്റെ അവിടെ നിന്ന് പതുക്കെ ആ ഫ്ലഷ് മൊത്തം കൂടെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. ചെറുതായിട്ട് നമ്മുടെ കൈയുടെ വിരൽ വെച്ച് ചെയ്താൽ തന്നെ അങ്ങനെ വരും, അല്ലെങ്കിൽ നമുക്ക് കത്തി ഉപയോഗിച്ച് ചെറുതായിട്ട് മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാവുന്നതാണ്. ഇതാ ഇപ്പോൾ നോക്ക്, ഞാനിത് അങ്ങനെ ഒരു ലോലിപോപ്പിൻ്റെ ഷേപ്പിലായി കിട്ടിയത്. ഇനി ആ വിങ്സിൻ്റെ മറ്റേ ആ ഒരു സൈഡില്ലേ, ആ സൈഡിൻ്റെ അവിടെ ചിറക് പോലൊരു ഭാഗം ഉണ്ടാവും, അത് മുറിച്ച് കളയുക. എന്നിട്ട് മറ്റേ ആ കഷ്ണം ഇതുപോലെ തന്നെ രണ്ട് ബോൺ തമ്മിൽ ജോയിൻ ചെയ്തായിരിക്കും ഇരിക്കണേ. അപ്പോൾ അത് നമ്മൾ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് നടുകെ മുറിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ബോൺ ഉണ്ടാവും, ഒരു തീരെ ചെറിയ തിന്നായിട്ടുള്ളൊരു ബോണും ഒരു വലിയ ബോണും. അപ്പോൾ ഇതുപോലെ കത്തി കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ മുകളിലേക്ക് ആക്കി കൊടുത്തിട്ട് ആ ചെറിയ ബോൺ ഇങ്ങനെ പിടിച്ച് നമ്മൾ വലിച്ച് ട്വിസ്റ്റ് ചെയ്താൽ അതങ്ങ് ഒടിഞ്ഞു പൊക്കോളും. എൻ്റെ ആണെങ്കിൽ ആ സമയത്ത് ഞാൻ മൊത്തം ചെയ്യണ വീഡിയോ റെക്കോർഡായില്ല, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. അങ്ങനെ എൻ്റെ എല്ലാ വിങ്സും ഞാൻ ലോലിപോപ്പിൻ്റെ ഷേപ്പിലാക്കി എടുത്തു. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സ്പ്രിംഗ് ഒനിയൻ, വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലോർ, സോയാ സോസ്, ടൊമാറ്റോ സോസ്, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക്. ഇനി ചിക്കനിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1.5 സ്പൂൺ സോയാ സോസ്, ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ട് ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി 1/2 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കാം. അതിന് വേണ്ടി 1 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലോർ, പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിന് വെള്ളം, ഇതെല്ലാം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ബാറ്റർ ആക്കുക. നമ്മുടെ ബാറ്റർ ഒത്തിരി തിന്നാകാനും പാടില്ല, ഒത്തിരി ലൂസാകാനും പാടില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് കളറ് ചേർക്കണമെങ്കിൽ കളർ പൊടി ഇവിടെ ചേർക്കാം. ഇതങ്ങനെ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ നമുക്ക് വേണ്ട സോസുകളെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 2 സ്പൂൺ സോയാ സോസ്, ഒരു ചെറിയ സ്പൂൺ വിനാഗിരി, പിന്നെ ഒരു വറ്റൽമുളകിൻ്റെ തരി, പിന്നെ ഒരൽപ്പം കാശ്മീരി ചില്ലി പൗഡർ. നമുക്കൊരു പാനിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ചിക്കനെല്ലാം ആ ബാറ്ററിൽ മുക്കി മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. ചിക്കനെല്ലാം നമ്മളിവിടെ അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെയും നമുക്ക് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ഇനി നെക്സ്റ്റ് ഒരു കോട്ടിങ്ങിന് വേണ്ടി നമ്മളൊരു പാൻ വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളി മുരിഞ്ഞു പോകാനൊന്നും പാടില്ല, ചെറുതായിട്ടൊന്ന് കളറ് മാറാനേ പാടുള്ളൂ. കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന സോസുകളെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഇവിടെ 1 സ്പൂൺ സോയാ സോസും കൂടെ ചേർക്കുന്നുണ്ട്, കാരണം എനിക്ക് തോന്നി സോയാ സോസ് ഒരല്പം കുറവാണെന്ന്. ഇനി നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം ഇതിലേക്കിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുവാണ്.
ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓനിയനും കൂടെ ചേർത്ത് ഒന്നുകൂടി നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ബോൺസിലെല്ലാം നമുക്ക് ഫോയിൽ പേപ്പറും കൊണ്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കാം. ഇതാ അങ്ങനെ എൻ്റെ ചിക്കൻ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.